നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഫംഗ്ഷൻ ദാറ്റ് ആർ കണ്ടിന്യൂസ് ഓൺ എ ബൗണ്ടഡ് ക്ലോസ്ഡ് ഇൻ്റർവെൽസ് എന്നാണ്. അപ്പോൾ രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് പറയുന്നത്. ആ പ്രോപ്പർട്ടീനെ ഒരു നെയിംഡ് തിയർ ആക്കിയിട്ടാണ് നമ്മൾ പ്രോപ്പർട്ടി എടുത്തിട്ടുള്ളത്. തിയറം മാക്സിമം മിനിമം തിയറം. ഓക്കെ, അപ്പോൾ ഇത് എന്ന് പറയുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഫങ്ഷൻസ് ദാറ്റ് ആർ കണ്ടിന്യൂസ് ഓൺ എ ബൗണ്ടഡ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ അതായത് ഇതിൻ്റെ തൊട്ട് മുന്നേ ബൗണ്ടഡ്നെസ് തിയറം പഠിച്ചു. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് സെക്കൻഡ് വൺ എന്ന് പറഞ്ഞിട്ട് മാക്സിമം മിനിമം തിയറം അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ പോയിന്റ് ചെയ്ത് എഴുതുകയാണ് വേണ്ടത്. രണ്ടാമത്തെ കാര്യം സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് മാക്സിമം മിനിമം തിയറം എന്നുള്ള കേസിലായിരിക്കും ചോദ്യങ്ങൾ വരിക. പിന്നെ അല്ലെങ്കിൽ സ്റ്റേറ്റ് മാക്സിമം മിനിമം തിയറം എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് നിങ്ങളോട് പ്രൂഫ് എഴുതാനും പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് മാക്സിമം മിനിമം തിയറം പറയുന്നത് നോക്കാം. ലെറ്റ് ഐ ഇസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി എ ക്ലോസ്ഡ് ബൗണ്ട് ഇൻ്റർവെൽ ആൻഡ് എഫ് ഫ്രം ഐ ടു ആർ ബി കണ്ടിന്യൂസ് ഓൺ ഐ, ദെൻ എഫ് ഹാസ് എൻ അബ്സല്യൂട്ട് മാക്സിമം ആൻഡ് ആൻ അബ്സല്യൂട്ട് മിനിമം ഓൺ ഐ. അങ്ങനെയാണെങ്കിൽ എഫിന് അബ്സല്യൂട്ട് മാക്സിമം ആൻഡ് അബ്സല്യൂട്ട് മിനിമം ഓൺ ഐ എന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങളോട് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയല്ലാതെ എങ്ങനെയും ചോദിക്കാം. ലെറ്റ് എഫ് ബി എ റിയൽ വാല്യൂഡ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ എ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെൽ, ദെൻ എഫ് ഹാസ് എ അബ്സല്യൂട്ട് മാക്സിമം ആൻഡ് അബ്സല്യൂട്ട് മിനിമം ഓൺ ഐ എന്ന് ചോദിച്ചിട്ട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു പ്രൂഫാണ് പറയേണ്ടത്. ഓക്കെ, എന്താണ് അതായത് ലെറ്റ് ഐ ഇസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ദ ക്ലോസ്ഡ് ബൗണ്ട് ഇൻ്റർവെൽ ആൻഡ് ലെറ്റ് എഫ് ഫ്രം ഐ ടു ആർ ബി കണ്ടിന്യൂസ് ഓൺ ഐ എന്ന് പറയുന്നതിന് പകരം ലെറ്റ് എഫ് ബി എ കണ്ടിന്യൂസ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ എ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെൽ, ദെൻ എഫ് ഹാസ് എൻ അബ്സല്യൂട്ട് മിനിമം ആൻഡ് അബ്സല്യൂട്ട് മാക്സിമം ഓൺ ദാറ്റ് ഇൻ്റർവെൽ ഐ എന്ന് പറയണത് ചോദിക്കാം. എന്നാ ചോദിച്ചാലും നമ്മൾ ഇതിൻ്റെ പ്രൂഫാണ് പറയേണ്ടത്. ഓക്കെ, ഇനി നമ്മളിപ്പോൾ പറഞ്ഞത് എന്താണ്, നമുക്കൊരു ഇൻ്റർവെൽ ഉണ്ട്, ക്ലോസ്ഡ് ഇൻ്റർവെല്ലാണ്. ഐ ഇസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി, എഫ് എന്ന് പറയുന്നത് ഐ ടു ആർ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനും ആണെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റുക, എഫിന് ഒരു അബ്സല്യൂട്ട് മാക്സിമവും ഒരു അബ്സല്യൂട്ട് മിനിമവും ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിന് നമുക്കൊന്ന് ഗ്രാഫിക്കലി നോക്കാം. ഗ്രാഫിക്കലി നോക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫംഗ്ഷൻ എടുക്കുകയാണ്. ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഞാൻ ഏതെങ്കിലും ഒരു ക്ലോസ്ഡ് ഇൻ്റർവെൽ, ഓപ്പൺ അല്ല, ഏതെങ്കിലും ഒരു ക്ലോസ്ഡ് ഇൻ്റർവെൽ, ഇപ്പം ഞാനിവിടെ 2 to 5 എന്ന് പറയുന്ന ഒരു ഇൻ്റർവെൽ എടുത്തു. ഈ ഫംഗ്ഷനിലെ ഗ്രാഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിരിക്കണം, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിരിക്കണം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വരയ്ക്കുന്ന ഈ ഒരു ഫോമിലായിരിക്കണം. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിരിക്കണം, ബ്രേക്ക് ചെയ്തിട്ട് വരയ്ക്കരുത്. അങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇതിനൊരു അബ്സല്യൂട്ട് മാക്സിമം, ഇപ്പം ഇതിന് നോക്കിക്കേ, ഒരു അബ്സല്യൂട്ട് മാക്സിമം എന്ന് പറയുന്നത് ഇപ്പം ഞാൻ വരയ്ക്കുന്ന പോയിന്റിൽ അബ്സല്യൂട്ട് മിനിമം ഇവിടെ ഉണ്ട് അല്ലേ. അതുമാതിരി ഈ ആദ്യം വരച്ച കേസിന് 2 അബ്സല്യൂട്ട് മാക്സിമംസും ഇവിടെ ഒരു അബ്സല്യൂട്ട് മിനിമവും വരും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മളിതിന് തൊട്ട് മുന്നേ റിമാർക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാണ് റിമാർക്ക് പഠിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് എക്സ് സ്ക്വയർ, അതായത് നമ്മൾ എടുക്കുന്നതാണ് y ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ എടുത്തായിരുന്നു. അതെന്ന് പറയുന്നത് -1 to 1 എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിൽ നമുക്ക് ആ ഫംഗ്ഷൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു. സോ ഈ ഒരു -1 എന്ന് പറയുന്ന -1ൻ്റെയും 1ൻ്റെയും ഇടയ്ക്ക് അല്ലേ. അപ്പോൾ 1 അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു -1ലും എന്താ പറയുക അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1ലും y ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷന് അബ്സല്യൂട്ട് മാക്സിമം ഉണ്ട്. ആ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ആൻഡ് ദാറ്റ് ദ പോയിന്റ് 0ൽ അബ്സല്യൂട്ട് മിനിമം ഉണ്ട്. ആ മിനിമം വാല്യൂ എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പഠിച്ചിരുന്നു, 0 ആണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതും അതേമാതിരി അല്ലേ. നമ്മൾ നോക്കിക്കേ, ഇപ്പോൾ ഈ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം -1 മുതൽ 1 വരെയുള്ള ഒരു ക്ലോസ്ഡ് ഇൻ്റർവെൽ ഉണ്ട്. ആ ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിൽ ഈ ഗ്രാഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ് അല്ലേ. നമുക്ക് കൈ എടുക്കാണ്ട് വരയ്ക്കാൻ പറ്റും, വിത്തൗട്ട് ദ ബ്രേക്ക് ആയിട്ട് നമുക്ക് ആ ഗ്രാഫ് വരയ്ക്കാൻ പറ്റും. ആ ഗ്രാഫിന് നമ്മളിപ്പോൾ എന്തുണ്ടെന്ന് പറഞ്ഞു, ഒരു അബ്സല്യൂട്ട് മാക്സിമവും ഒരു അബ്സല്യൂട്ട് മിനിമവും എക്സിസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ഗ്രാഫ് ഏതാണ്, 1/xൻ്റെ ഒരു ഗ്രാഫ് അല്ലേ. ഇപ്പോൾ 1/xൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് നമ്മളിത് എങ്ങനെയായിരുന്നു ഗ്രാഫ് വരഞ്ഞത്. ഞാൻ ഇവിടെ ഒരു ക്ലോസ്ഡ് ബൗണ്ടറി ഇൻ്റർവെൽ എടുക്കുകയാണ്. ഏതാ ക്ലോസ്ഡ് ബൗണ്ടറി, ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ, ക്ലോസ്ഡ് ബൗണ്ടറി ഇൻ്റർവെൽ. ഇപ്പം ഞാൻ 1 to 7 എന്ന് പറയുന്നത് എടുത്തു വിചാരിച്ചു. ഇവിടെ വരെ 7 എന്ന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നോക്കിക്കേ, ഗ്രാഫ് ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇവിടുന്ന് മുതൽ നമുക്ക് ഈ ഒരു 7 വരെ ഉണ്ടാവാൻ പാടും അല്ലേ. മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എവിടെയായിരുന്നു പറയുന്നത്, 1 അറ്റ് ദ പോയിന്റ് 1ലാണ് നമുക്ക് അബ്സല്യൂട്ട് മാക്സിമം ഉള്ളത്. ആ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, 1/1 വിച്ച് ഇസ് ഈക്വൽ ടു 1 ആണെന്ന് പറയാൻ പറ്റൂ അല്ലേ. അപ്പോൾ അതേമാതിരി തന്നെ ഇവിടെ ഒരു മിനിമം വാല്യൂ ഉണ്ട്. മിനിമം വാല്യൂ എന്ന് പറയുന്നത് ഏതാണ്, അറ്റ് ദ പോയിന്റ് 7 ആണ്. അതിൽ മിനിമം വാല്യൂ എന്ന് പറയുന്നത് ഏതായിരിക്കും, 1/7 എന്ന് പറയുന്ന വാല്യൂ ആണ് നമുക്ക് എത്രയാണ് കിട്ടുന്നതെങ്കിൽ ആ ഒരു
വാല്യൂ ആണ് നമുക്ക് അവിടെ ഉണ്ടാവാറില്ലേ. നമ്മൾ ജസ്റ്റ് ഇതൊരു ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഈ വണ്ണിൻ്റെ ഇവിടെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ പോലും നമുക്ക് എന്തില്ല അബ്സല്യൂട്ട് മാക്സിമം ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഇപ്പം കുറേ കേസുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ എന്താ പറഞ്ഞത്, ക്ലോസ് ബൗണ്ടഡ് ഇൻ്റർവെല്ലിൽ ആണെങ്കിൽ അല്ലേ, അതാണ് ഫംഗ്ഷൻ നമ്മളൊരു ക്ലോസ് ബൗണ്ടഡ് ഇൻ്റർവെല്ലിൽ ഡിഫൈൻ ചെയ്തുള്ള പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് പറയേണ്ടത്. ആ ഫംഗ്ഷൻ എന്തായിരിക്കും, ബൗണ്ടഡ് ആയിരിക്കും. അതാണ് നമ്മൾ ഫസ്റ്റത്തെ തിയറം പഠിച്ചത്. രണ്ടാമത്തെ കാര്യം പറയണത് എഫിന് എന്തുണ്ടായിരിക്കും, ഒരു അബ്സല്യൂട്ട് മാക്സിമവും അബ്സല്യൂട്ട് മിനിമവും എവിടെ ഉണ്ടായിരിക്കും, ഐയിൽ ഉണ്ടായിരിക്കും. സോ വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് എ ഫംഗ്ഷൻ ദാറ്റ് ആർ കണ്ടിന്യൂസ് ഓൺ എ ബൗണ്ടഡ് ക്ലോസ്ഡ് ഇന്റർവെൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ that function is bounded on that interval, and second one, that function has an absolute maximum and an absolute minimum on that interval എന്ന് പറയുന്നത്. ബാക്കിയുള്ള പ്രോപ്പർട്ടീസ് ഇനി നമ്മൾ വരും ക്ലാസ്സുകളിൽ പഠിക്കും. ഇപ്പോൾ പറയുന്നത് രണ്ട് പ്രോപ്പർട്ടീസ് ആണ്. ഇപ്പോൾ ഈ രണ്ട് പ്രോപ്പർട്ടീസ് ഓർത്തിരിക്കാം. F is bounded on that closed bound interval and F has an absolute maximum and minimum on that interval. ആ ഇന്റർവെല്ലിന്റെ പ്രത്യേകത എന്തായിരിക്കണം, ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ആയിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ്. ഇനി നമുക്ക് പ്രൂഫ് എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. പ്രൂഫ് എങ്ങനെയാണ് വരുന്നത്, നമുക്ക് എന്താ കാണിക്കേണ്ടത്, നമ്മൾ എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്താണ്, കണ്ടിന്യൂസ് ആയിരിക്കണം, റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എവിടെയാണ്, ഒരു ക്ലോസ്ഡ് ബൗണ്ടഡ് ആയിട്ടുള്ള ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റേണ്ടത്, ഈ ഒരു എഫിന് ഒരു അബ്സല്യൂട്ട് മാക്സിമവും ഒരു അബ്സല്യൂട്ട് മിനിമവും ഉണ്ട് എന്നാണ് നമുക്ക് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ആലോചിച്ച് വെക്കുക. അപ്പോൾ നമ്മുടെ പ്രൂഫാണ് പറയുന്നത്. ലെറ്റ് ഐ ഇസ് ഈക്വൽ ടു ക്ലോസ്ഡ് interval AB be the closed bound interval and let f from I to R be continuous on I. f from എന്ന് പറയുന്നത് I to R എന്ന് പറയുന്നത് എന്താണ് നമ്മളോട് പറയുന്നത്, കണ്ടിന്യൂസ് ആണ്. ഇങ്ങനെ അപ്പോൾ let I is equal to closed interval AB be the closed bound interval and let f from I to R be continuous on I. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ഒരു നോൺ എംപ്റ്റി സെറ്റ് കൺസിഡർ ചെയ്യാൻ പറയാണ്. f of I is equal to set of all f of x at x belongs to I. എന്താണ് ഇപ്പോൾ f of I എന്ന് പറയുന്നത് ഇവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്, ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എഫ് ഓഫ് എക്സ് അറ്റ് എക്സ് ബിലോങ്സ് ടു ഐ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. നമ്മളൊരു ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി എന്ന് പറയുന്നത് നമ്മളിങ്ങനെ എടുത്തു അല്ലേ, ഇതാണ് ഒരു ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതൊരു പോയിന്റ് എടുത്തിട്ട് നമ്മൾ ഫംഗ്ഷൻ്റെ വാല്യൂ ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുക, ആ പോയിന്റിലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അതുമാതിരി നെക്സ്റ്റ് പോയിന്റ് എടുക്കാം, ആ ഫംഗ്ഷൻ്റെ എന്താ പറയുക, ആ പോയിന്റിലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അങ്ങനെയുള്ള എല്ലാ പോയിന്റിലും ഈ ഐ എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിലുള്ള എല്ലാ പോയിന്റിലെയും ഫംഗ്ഷൻ്റെ വാല്യൂസിനെ എടുത്തിട്ട് നമ്മൾ ഒരു സെറ്റ് ആക്കിയിട്ട് എഴുതുന്നു. അതാണ് നമ്മളിവിടെ എന്ത് പറയുന്നത്, എഫ് ഓഫ് ഐ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താ പറയുന്നത്, എഫ് ഓഫ് ഐ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എഫ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐൻ്റെ ഉള്ളിലുള്ള എല്ലാ പോയിന്റിലെയും ഫംഗ്ഷൻ്റെ വാല്യൂസ് എടുത്തിട്ട് അതിനെ നമ്മളൊരു സെറ്റാക്കി എഴുതി കഴിഞ്ഞാൽ അതാണ് നമ്മൾ എഫ് ഓഫ് ഐ ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു നോൺ എംപ്റ്റി സെറ്റാണ്. നോൺ എംപ്റ്റി സെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഈ സെറ്റിൻ്റെ ഉള്ളിൽ ഒരു എലമെൻ്റെങ്കിലും ഉണ്ട്, ഒരു എലമെൻ്റെങ്കിലും ഉണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ആലോചിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബൗണ്ടഡ്നെസ് തിയറം പ്രകാരം നമുക്ക് എഫ് ഓഫ് ഐ എന്ന് പറയുന്നത് ഒരു നോൺ എംപ്റ്റി സെറ്റാണ്. ഇനി നമുക്ക് എന്താ പറയാൻ പറ്റുക, ബൗണ്ടഡ്നെസ് തിയറം നമ്മുടെ മുന്നത്തെ തിയറം പറഞ്ഞിരുന്നു. എഫ് എന്ന് പറയുന്നത് ബൗണ്ടഡ് ഇൻ്റർവെല്ലിൽ ഡിഫൈൻ ചെയ്യാണ്, അല്ലെങ്കിൽ ലെറ്റ് എഫ് ബി എ കണ്ടിന്യൂസ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ എ ബൗണ്ടഡ് ഇൻ്റർവെൽ ആണെങ്കിൽ എഫ് എന്ന് പറയുന്നത് ആ ഒരു ഇൻ്റർവെല്ലിൽ എന്തായിരിക്കും, ബൗണ്ടഡ് ആയിരിക്കും എന്നാണ് നമ്മൾ തൊട്ട് മുന്നത്തെ തിയറത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. സോ നമ്മളിവിടെ എന്താ പറയണത്, എഫ് ഫ്രം ഐ ടു ആർ എന്ന് പറയുന്നത് സെയിം പ്രകാരം എന്താണ്, കണ്ടിന്യൂസ് ഓൺ എ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെൽ ഐ എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെല്ലിൽ അത് എന്തായിരിക്കും നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, കണ്ടിന്യൂസ് ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റുക, ഈ എഫ് എന്ന് പറയുന്നത് ഐയിൽ ബൗണ്ടഡ് ആണെന്ന് പറഞ്ഞൂടെ അല്ലേ. അതായിരുന്നു നമ്മുടെ എന്താ പറഞ്ഞിരുന്നത്, ബൗണ്ടഡ്നെസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിരുന്നത്. സോ നമുക്ക് പറയാൻ പറ്റും, ദെൻ ബൈ ബൗണ്ടഡ്നെസ് തിയറം എഫ് ഈസ് ബൗണ്ടഡ് ഓൺ ഐ. കാരണം എന്താണ്, എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ എ ക്ലോസ്ഡ് ബൗണ്ട് ഇൻ്റർവെൽ ഐ. എഫ് ഒരു ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെല്ലിലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ആ ഇൻ്റർവെല്ലിൽ അത് എന്ത് കൂടിയാണ്, കണ്ടിന്യൂസ് കൂടിയാണ്. ആയതിനാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, എഫ് എന്ന് പറയുന്നത് ആ ഒരു ഇൻ്റർവെല്ലിൽ ബൗണ്ടഡ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ there exists a real number k greater than 0. അതായത് എഫ് ബൗണ്ടഡ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മീൻ ചെയ്യുക നമുക്ക്, അതായത് മോഡൽ
മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം എം അല്ലേ, അതായത് ഒരു ഫിക്സഡ് നമ്പറിനേക്കാളും താഴെ ആയിരിക്കണം ഫംഗ്ഷന്റെ വാല്യൂസ് അല്ലേ. ഫംഗ്ഷൻ ബൗണ്ടഡ് ആണ് എന്ന് പറഞ്ഞു, ഞാൻ എന്നും പറഞ്ഞൊരു കാര്യം അല്ലേ. സൈൻ എക്സിന്റെ ഗ്രാഫ് നോക്കിയാൽ മതി, അതായത് ബൗണ്ടഡ് ആണോ നോക്കാം. -1ന്റെയും 1ന്റെയും ഇടയ്ക്കാണ് വരിക അല്ലേ. അപ്പൊ നമുക്ക് മോഡ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഫോമിൽ എഴുതാൻ പറ്റില്ലേ. അതേമാതിരി തന്നെയാണ് നമുക്ക് ഇവിടെ ഗിവൺ ഫംഗ്ഷൻ ബൗണ്ടഡ് ആണെന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് മോഡ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒരു ഫിക്സഡ് നമ്പർ എമ്മിന് പകരം നമുക്ക് വേറെയും വാല്യൂസ് ചൂസ് ചെയ്യട്ടോ, ഏതെങ്കിലും ലെറ്റർ ഒക്കെ വെച്ചിട്ട് നമുക്ക് എഴുതേ. അപ്പം അത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. സോ അതുകൊണ്ട് നമ്മൾ എഫ് ബൗണ്ടഡ് ഓൺ ഐ എന്ന് കിട്ടി. സോ നമ്മൾ പറയാണ് അതുകൊണ്ട് ദയർ എക്സിസ്റ്റ് എ റിയൽ നമ്പർ കെ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് മോഡ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ഫോർ ആൾ എക്സ് ബിലോങ്സ് ടു ഐ. അതവിടെ ശ്രദ്ധിക്കണം. എന്താണ് ഏതൊരു എക്സ് ബിലോങ്സ് ടു ഐ, അതായത് ഐ എന്ന് പറയുന്ന ആ ഒരു ഇന്റർവെല്ലിലെ ഏതൊരു പോയിന്റ് എടുത്തിട്ട് നമ്മൾ ആ പോയിന്റിൽ ഫംഗ്ഷന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും ആ ഫംഗ്ഷന്റെ വാല്യൂ എന്ന് പറയുന്നത് അതിന്റെ മോഡുലസ് വാല്യൂ കേട്ടോ, ചിലപ്പോൾ നെഗറ്റീവ് ഒക്കെ വരാം, അതിനാണ് നമ്മൾ മോഡുലസ് എടുക്കുന്നത്. അപ്പൊ മോഡുലസ് വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ ഒരു ഫിക്സഡ് നമ്പർ കെ ആയിരിക്കും. അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ. നമ്മൾ എം എന്നുള്ളതിന് പകരം കെ എന്ന് പറയുന്ന ഒരു ലെറ്റർ ചൂസ് ചെയ്തു എന്ന് മാത്രം. ഓക്കെ, അപ്പം നമുക്ക് എഫ് ബൗണ്ടഡ് ഓൺ ഐ എന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. എഫ് ബൗണ്ടഡ് ഓൺ ഐ ആയിരുന്നെങ്കിൽ നമുക്ക് ദർ എക്സിസ്റ്റ് എ റിയൽ നമ്പർ കെ ഗ്രേറ്റർ ദാൻ 0 മോഡ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു കെ ഫോർ ആൾ എക്സ് ബിലോങ്സ് ടു ഐ. ഏതൊരു എക്സ് ബിലോങ്സ് ടു ഐ എടുത്തു കഴിഞ്ഞാലും നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതെങ്ങനെ നമ്മൾ എഴുതിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനിഷൻ പ്രകാരമാണ് ബൗണ്ടഡ്, അതായത് ബൗണ്ടഡ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ വെച്ചിട്ട് നമ്മളിവിടെ എഴുതി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു കാര്യം പറയുന്നത് എഫ് ഓഫ് ഐ എന്ന് പറയുന്നത് അല്ലേ, അതായത് നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബൗണ്ടഡ് ആണ് എന്ന് നമ്മൾ കിട്ടി അല്ലേ. അതായത് നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ എഫ് ഓഫ് ഐ എന്ന് പറയുന്ന സെറ്റ് എന്ന് പറയുന്നത് എന്താ നമ്മൾ എടുത്തിരിക്കുന്നത്, എക്സ് എന്ന് ഐ എന്ന് പറയുന്ന ഇന്റർവെല്ലിലെ ഓരോ പോയിന്റിലുള്ള ഫംഗ്ഷന്റെയും വാല്യൂസ് എടുത്തിട്ട് അതിന്റെ കളക്ഷൻ ആയിരിക്കുന്നത് അല്ലേ. അപ്പൊ അതിൽ ഏതൊരു വാല്യൂ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് എന്താണ്, അതായത് ഏതൊരു എക്സ് നമ്മളിവിടെ എന്താ പറഞ്ഞത്, ഏതൊരു എക്സ് നമ്മൾ ചൂസ് ചെയ്തു ആ എക്സിൽ ഒരു ഫംഗ്ഷന്റെ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വിച്ച് ഇസ് ലെസ് ദാൻ കെ ആണെന്ന് പറഞ്ഞൂടെ. അപ്പോൾ അതിനർത്ഥം എന്താണ്, എഫ് ഓഫ് എക്സ് ബൗണ്ടഡ് ആണെന്ന് പറഞ്ഞൂടെ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സെറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്തായിരിക്കും, ബൗണ്ടഡ് ആയിരിക്കില്ലേ. കാരണം അതിലുള്ള ഈ സെറ്റിലുള്ള ഏതൊരു എലമെന്റ് എടുത്തു നോക്കിയാലും, അതായത് നമ്മൾ ഏതൊരു പോയിന്റ് എക്സ് എന്ന് പറയുന്നു അതിൽ ചൂസ് ചെയ്തു, അപ്പോൾ ആ ഫംഗ്ഷന്റെ വാല്യൂ എന്ന് പറയുന്നത് കെനേക്കാളും ചെറുതായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏത് പോയിന്റും ഈ എഫ് ഓഫ് ഐ എന്ന് പറയുന്നതിലെ ഏത് പോയിന്റ്, ഇപ്പം നമുക്ക് എഫ് ഓഫ് ഐ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ പോയിന്റ് ഉണ്ട് ഇതിലുള്ള ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അതൊന്നൊക്കെ പറയണത് എല്ലാ പോയിന്റ് എന്ന് പറയണം കെനേക്കാളും ചെറുതായിരിക്കും എന്ന് പറയണം അല്ലേ, അതിൻ്റെ ഉള്ളിലുള്ള വാല്യൂ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, അതുകൊണ്ട് എഫ് ഓഫ് ഐ എന്ന് പറയുന്ന സെറ്റ് എന്ന് പറയുന്നതും എന്താണ്, ബൗണ്ടഡ് ആണ് എന്ന് പറയും. therefore എഫ് ഓഫ് ഐ, അതായത് ഈ സെറ്റ് ബൗണ്ടഡ് ആണ്. ഈ സെറ്റ് എന്ന് പറയുന്നത് ആർ എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്, അതായത് ഇത് ഏതാ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്, -∞ to ∞. അപ്പോൾ ഈ -∞ മുതൽ ഇൻഫിനിറ്റി വരെയുള്ള എല്ലാ ഇന്റർവെൽ എന്ന് പറയുന്ന ആ ഒരു റിയൽ ലൈനിൻ്റെ സബ്സെറ്റ് ആണ് നമ്മുടെ എഫ് ഓഫ് ഐ എന്ന് പറഞ്ഞത്. സോ നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്ത് വെച്ചത് എന്താ, എഫ് ഓഫ് ഐ ഈസ് എ ബൗണ്ടഡ് സബ്സെറ്റ് ഓഫ് ആർ എന്ന് പറയുന്നത്. എഫ് ഓഫ് ഐ എന്ന് പറയുന്നത് ഒരു ബൗണ്ടഡ് സബ്സെറ്റ് ഓഫ് ആർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന അറിയും. ഇനി നമ്മളിവിടെ ഉപയോഗിക്കുന്നുണ്ട് നൗ ബൈ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടീസ് ഓഫ് ആർ. എന്തായി കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടീസ് ഓഫ് ആർ, തൊട്ട് മുന്നേ നമ്മുടെ ബേസിക് റിയൽ അനാലിസിസ് പഠിച്ച സമയത്ത് അല്ലെങ്കിൽ ബേസിക് മാത്തമാറ്റിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞ സമയത്ത് നിങ്ങൾ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി എന്ന് പഠിച്ചിട്ടുണ്ട്. അവിടെ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ രണ്ട് പ്രോപ്പർട്ടീസ് അതിൻ്റെ കോമ്പിനേഷൻ ആയിട്ടാണ് പറഞ്ഞിരുന്നത്. നമ്മൾ സുപ്രീമം പ്രോപ്പർട്ടി ഓഫ് ആർ ആൻഡ് ഇൻഫിമം പ്രോപ്പർട്ടീസ് ഓഫ് ആർ എന്ന് പറഞ്ഞിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇപ്പം എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത്, ഞാൻ സുപ്രീമം പ്രോപ്പർട്ടി എന്ന് പറയുന്നതും അതുമാതിരി തന്നെ ഇൻഫിമം പ്രോപ്പർട്ടി എന്ന് പറയുന്നതും ആയിരുന്നു നമ്മളിവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മളിവിടെ ഫസ്റ്റ് ഉപയോഗിക്കുന്നത് സുപ്രീമം പ്രോപ്പർട്ടീൻ്റെ ഡെഫിനേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതായത് അത് ഓർമ്മയില്ലാത്തവർ അവിടെ നിന്ന് പോയി നോക്കാം. അപ്പോൾ അവിടെ രണ്ട് പ്രോപ്പർട്ടി ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ സുപ്രീമം പ്രോപ്പർട്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണ് സുപ്രീമം പ്രോപ്പർട്ടി പറയുന്നതെന്ന് ഞാൻ പറയാം. ഏതൊരു നോൺ എംപ്റ്റി സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാലും അതിനൊരു അപ്പർ ബൗണ്ട് ഉണ്ടായിരിക്കും.
ദാറ്റ് ആസ് എൻ അപ്പർ ബൗണ്ട് ആൻഡ് ആസ് എ സുപ്രീമം ഇൻ ആർ എന്ന് പറയുന്നത്. ഓക്കെ, അതിനൊരു ഏതൊരു നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും അതിനൊരു അപ്പർ ബൗണ്ട് ഉണ്ടായിരിക്കും. ആസ് എ സുപ്രീമം ഇൻ ആർ, അതിനൊരു സുപ്രീമം ഉണ്ടായിരിക്കും. ഇപ്പം എന്തായിരുന്നു സുപ്രീമം പ്രോപ്പർട്ടീൻ്റെ ഡെഫിനിഷൻ? എവരി നോൺ എംപ്റ്റി സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ദാറ്റ് ഹാസ് എൻ അപ്പർ ബൗണ്ട് ഹാസ് എ സുപ്രീമം ഇൻ ആർ എന്ന് പറഞ്ഞു അല്ലേ. അപ്പം നമ്മളോട് അവിടെ പറഞ്ഞ ഏതൊരു നോൺ എംപ്റ്റി സെറ്റ് ആയി കഴിഞ്ഞാലും നമ്മളിവിടെ എഫ് ഓഫ് ഐ എന്ന് പറയുന്നത് എന്താണ്? നോൺ എംപ്റ്റി സെറ്റ് ആണ് എടുത്തിരിക്കുന്നത് അല്ലേ. എഫ് ഓഫ് ഐ എന്ന് പറയുന്നത് ഒരു നോൺ എംപ്റ്റി സെറ്റ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ എഫ് ഓഫ് ഐ എന്തായിരിക്കും? ഒരു നോൺ എംപ്റ്റി സെറ്റാണ്. സോ ആ നോൺ എംപ്റ്റി സെറ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? എഫ് ഓഫ് ഐക്ക് ഒരു അപ്പർ ബൗണ്ട് ഉണ്ട്, അതെന്ന് പറയുന്നത് ഒരു സുപ്രീം ആയിരിക്കും അല്ലേ. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? എഫ് ഓഫ് എക്സ് ഹാസ് സുപ്രീമം എന്ന് പറയാൻ പറ്റും. ഇതേമാതിരി കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി ഫുള്ളായോ? ഇല്ല. സുപ്രീമം പ്രോപ്പർട്ടി മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇൻഫിമം പ്രോപ്പർട്ടി കൂടി ഉണ്ടായിരുന്നു. ഇൻഫിമം പ്രോപ്പർട്ടി എന്താ? നമുക്ക് അവിടെ എവരി നോൺ എംപ്റ്റി സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ഹാസ് എ ലോവർ ബൗണ്ട് ഹാസ് ആൻ ഇൻഫിമം ഇൻ ആർ എന്ന് പറഞ്ഞാൽ ഏതൊരു നോൺ എംപ്റ്റി സബ്സെറ്റ് എടുത്തു കഴിഞ്ഞാലും അതിനൊരു ലോവർ ബൗണ്ടും ഉണ്ടായിരിക്കും. ആ ലോവർ ബൗണ്ട് എന്ന് പറയുന്നത് ഇൻഫിമം ഇൻ ആർ, അതിൻ്റെ ഇൻഫിമം ആണെന്ന് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ എഫ് ഓഫ് ഐ ഒരു നോൺ എംപ്റ്റി സെറ്റ് ആയതുകൊണ്ട് കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? എഫ് ഓഫ് ഐക്ക് ഒരു സുപ്രീമം ഉണ്ടെന്നും അതേമാതിരി തന്നെ ഒരു ഇൻഫിമം ഉണ്ടെന്നും പറയാൻ പറ്റും. എവിടെ ഉണ്ടെന്ന് നമ്മൾ പറയുക? ആറിൽ ഉണ്ട്. എൻ്റയർ റിയൽ ലൈനിൽ ഒരു സുപ്രീമവും ഒരു ഇൻഫിമവും അതിനുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതാണ് പഠിക്കേണ്ടത്. എഫ് ഓഫ് ഐ ഹാസ് എ സുപ്രീമം ആൻഡ് എൻ ഇൻഫിമം ഇൻ ആർ. എഫ് ഓഫ് ഐക്ക് ഒരു സുപ്രീമവും ഒരു ഇൻഫിമവും എവിടെ ഉണ്ട്? സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എഫ് ഓഫ് ഐക്ക് ഒരു സുപ്രീമം ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അതേമാതിരി തന്നെ എഫ് ഓഫ് ഐക്ക് ഒരു ഇൻഫിമം ഉണ്ട് എന്ന് പറഞ്ഞു. സോ നമ്മൾ അതിന് ഇനി ഡിനോട്ട് ചെയ്യാണ്. എങ്ങനെ ഡിനോട്ട് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെറ്റ് എം എസ് ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ എം എസ് ഈക്വൽ ടു സുപ്രീമം ഓഫ് എഫ് ഓഫ് ഐ എന്ന് എഴുതാൻ പറ്റും. അതുമാതിരി തന്നെ സ്മാൾ ലെറ്റർ എം എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ഇൻഫിമം ഓഫ് എഫ് ഓഫ് ഐ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അതാണ് നമ്മൾ എടുത്തത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. എഫ് ഓഫ് ഐ എന്ന് പറയുന്നത് ഒരു നോൺ എംപ്റ്റി സെറ്റാണ്. ദെൻ ബൈ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും? എഫ് ഓഫ് ഐക്ക് ഒരു സുപ്രീമോ ഉണ്ടായിരിക്കും. അതുമാതിരി തന്നെ എഫ് ഓഫ് ഐ എന്നൊക്കെ പറയുന്ന ഒരു ഇൻഫിമോ ഉണ്ടായിരിക്കും. ആ സുപ്രീമത്തിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എം എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. ആൻഡ് ഇൻഫിമത്തെ നമ്മൾ സ്മോൾ ലെറ്റർ എം എന്ന് പറഞ്ഞിട്ടും വിളിച്ചു. ഓക്കെ, ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മാക്സിമം, നമുക്ക് എന്താ കാണിക്കേണ്ടത്? ഈ ഒരു ഗിവൺ ഫംഗ്ഷൻ ഒരു അബ്സല്യൂട്ട് മാക്സിമം ഉണ്ട്, അതേമാതിരി തന്നെ അബ്സല്യൂട്ട് മിനിമം ഉണ്ട് എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പം അത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗിവൺ ഇൻ്റർവെല്ലിൽ നമുക്ക് മാക്സിമം വാല്യൂ ആണ് അല്ലേ. സുപ്രീമം എന്ന് പറയുമ്പോൾ സുപ്രീമത്തിൻ്റെ ഡെഫിനിഷൻ എന്തായിരുന്നു? ഗ്രേറ്റസ്റ്റ് അപ്പർ ബൗണ്ട് ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആയിരുന്നു നമുക്ക് എന്ത് പറയേണ്ടത്? സുപ്രീമത്തിൻ്റെ അതെ എം എന്ന് പറയുന്നത്, അതായത് സുപ്രീമത്തിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്ക് കുറേ അപ്പർ ബൗണ്ട് ഉണ്ടായിരിക്കും. ആ അപ്പർ ബൗണ്ടിൽ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ചെറുതാണ് നമ്മൾ എടുക്കാറില്ല. അപ്പോൾ ഒരു ലീസ്റ്റ് അപ്പർ ബൗണ്ടാണ് നമുക്ക് എം എന്ന് പറയുന്നത്. അതുമാതിരി ക്യാപിറ്റൽ ലെറ്റർ എം. എൻ്റെ സ്മാൾ ലെറ്റർ എം എന്ന് പറയുന്നതും കുറേ ലോവർ ബൗണ്ട് ഉണ്ടായിരിക്കും. ആ ലോവർ ബൗണ്ടിൽ ഉള്ള ഏറ്റവും വലിയ ലോവർ ബൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് എടുക്കുന്നത്. ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്ത് കാണിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ആ ഐ എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ 2 പോയിന്റ് ഉണ്ട്, ആൽഫയും ബീറ്റയും. സച്ച് ദാറ്റ് എഫ് ഓഫ് ആൽഫ സിക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ എമ്മും എഫ് ഓഫ് ബീറ്റ സിക്വൽ ടു സ്മാൾ ലെറ്റർ എമ്മും ആണ് എന്ന് കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മുടെ ഈ ഗിവൺ ഫംഗ്ഷന് അബ്സല്യൂട്ട് മാക്സിമവും അതുമാതിരി തന്നെ നമുക്ക് എന്തുണ്ട് എന്ന് പറയാൻ പറ്റും? അബ്സല്യൂട്ട് മിനിമവും ഉണ്ട് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അതാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അതായത് ഒരു പോയിന്റിൽ ഒരു മാക്സിമം വാല്യൂ ഉണ്ട്, അതുമാതിരി തന്നെ ഒരു മിനിമം വാല്യൂ ഉണ്ട് എന്നാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് അബ്സല്യൂട്ട് മാക്സിമവും അബ്സല്യൂട്ട് മിനിമം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതാണ് കാണിക്കുന്നത്. there exist 2 points ആൽഫ ആൻഡ് ബീറ്റ ഇൻ ഐ such that എഫ് ഓഫ് ആൽഫ is equal to capital letter M ആൻഡ് എഫ് ഓഫ് ബീറ്റ is equal to സ്മാൾ ലെറ്റർ എം എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് സുപ്രീമം അല്ലേ, എം is equal to സുപ്രീമം ഓഫ് എഫ് ഓഫ് ഐ എന്ന് പറയുന്നതായിരുന്നു എന്നെങ്കിൽ ഓക്കെ, നമ്മൾ സുപ്രീമത്തിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ വെച്ചിട്ട് പറയുകയാണ്. there exist then for any n belongs to m, m minus 1 by n is not an upper bound of the set f of I എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഈ m minus 1 by n എന്ന് പറയുന്നത്? എന്തല്ല,
നോട്ട് എൻ അപ്പർ ബൗണ്ട് ഓഫ് ദ സെറ്റ് എഫ് ഓഫ് ഐ. എഫ് ഓഫ് ഐ എന്ന് പറയുന്ന ആ ഒരു സെറ്റിൻ്റെ എന്തല്ല, അപ്പർ ബൗണ്ട് അല്ല എന്ന് പറയുന്നത്. ഓക്കെ, എന്തപ്പോൾ ഇവിടെ ഇതൊക്കെ പറയണതെന്ന് സംശയം ഉണ്ടാകും. നമ്മളിപ്പോൾ ഈ എഫ് ഓഫ് ഐ എന്ന് പറയുന്ന ഒരു സെറ്റ് എടുത്തു അല്ലേ. എഫ് ഓഫ് ഐ എന്ന് പറയുന്ന സെറ്റാണ്, നമ്മളിങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഒരു അപ്പർ ബൗണ്ട് അല്ലേ, ഇതിന് കുറേ അപ്പർ ബൗണ്ട് ഉണ്ട്. അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് ഞാൻ വലുപ്പത്തിനനുസരിച്ചിട്ടാണ് എഴുതുന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ U1, U2, U3, U4 ഇതൊക്കെ അപ്പർ ബൗണ്ടാണ് കേട്ടോ. ഒരുപാട് അപ്പർ ബൗണ്ട് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഇതാണ് ഏറ്റവും ചെറുത്, ഇത് വലുത്, അങ്ങനെയാണ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിങ്ങനെ കുറേ അപ്പർ ബൗണ്ടുള്ളതിൽ ഏറ്റവും ചെറിയ അപ്പർ ബൗണ്ടാണ് നമ്മളോട് എടുക്കാൻ പറഞ്ഞത്. ഇപ്പോൾ ഏറ്റവും ചെറിയ ഉള്ള അപ്പർ ബൗണ്ട്സിലെ ഏറ്റവും ചെറുതാണ് നമ്മൾ എന്തായിട്ട് എടുക്കുക, സുപ്രീമായിരിക്കുക. ആ സുപ്രീമാണ് നമ്മൾ എം എന്ന് എടുത്തത് അല്ലേ. ഇപ്പം നമുക്കിവിടെ എം എന്ന് പറഞ്ഞു അല്ലേ. ഇപ്പം ഞാൻ അടുത്ത പോയിൻ്റാണ് എടുക്കുന്നത്. M-1/n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമ്മിനേക്കാളും ചെറുതാവില്ലേ. അതായത് എം എന്ന് പറയുന്ന വാല്യൂവിൽ നിന്ന് നമ്മൾ ഏതോ ഒരു കുഞ്ഞ വാല്യൂ, സ്മാൾ വാല്യൂ കുറച്ച് കഴിഞ്ഞാൽ അതിവിടെ എന്തായിരിക്കും, ഇവിടെ ആയിരിക്കും വരിക അല്ലേ. നമ്മൾ വലുപ്പത്തിനനുസരിച്ചിട്ടല്ലേ നമ്മൾ എടുത്തു തരുന്നത്. അപ്പോൾ ഇത് വീണ്ടും ഈ ഒരു പോർഷനിലാണ് വരിക. പക്ഷെ നമ്മൾ എം എന്താ ചൂസ് ചെയ്തിരിക്കുന്നത്, ഉള്ള എല്ലാ അപ്പർ ബൗണ്ടിലെയും ഏറ്റവും ചെറുത് എന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പം പിന്നെ ഇനി M-1 വീണ്ടും ഒരു അപ്പർ ബൗണ്ട് അല്ല, M-1/n എന്ന് പറയുന്നത് വീണ്ടും ഒരു അപ്പർ ബൗണ്ട് വരാൻ പറ്റുമോ? പറ്റില്ല അല്ലേ. കാരണം എന്താ, നമ്മളുള്ള എല്ലാ അപ്പർ ബൗണ്ടിലെയും ഏറ്റവും ചെറിയ അപ്പർ ബൗണ്ടാണ് M ആയിട്ട് ചൂസ് ചെയ്ത്. പിന്നെ അതിന് താഴെയുള്ള ഒരു നമ്പർ അപ്പർ ബൗണ്ടായിട്ട് വരുമോ? പിന്നെ ഇല്ല. അപ്പം അതുകൊണ്ടാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുന്നത്, ഏത് n എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലേ, എന്നിന് ഏത് വാല്യൂസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും തന്നെ ഏതിലുള്ളത് ആയിരിക്കണം, നാച്ചുറൽ നമ്പർ സിസ്റ്റത്തിലുള്ളതായിരിക്കണം കേട്ടോ എന്നിൻ്റെ വാല്യൂസ്. അപ്പം നമ്മൾ ഏതൊരു വാല്യൂ എടുത്തു കഴിഞ്ഞാൽ M-1/n എന്ന് പറയുന്നത് അപ്പർ ബൗണ്ട് ഓഫ് ദ സെറ്റ് എഫ് ഓഫ് ഐ എന്ന് പറയുന്ന ആ സെറ്റിൻ്റെ അപ്പർ ബൗണ്ടേ ആവില്ല എന്നാണ് പറയുന്നത് അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ദെൻ ദർ എക്സിസ്റ്റ് എ സീക്വൻസ്. ഇത് അപ്പർ ബൗണ്ട് അല്ലെങ്കിൽ, ഇതിന് അപ്പർ ബൗണ്ട് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതിൻ്റെ ഇടയിൽ വേറൊരു ഫംഗ്ഷൻ്റെ വാല്യൂ ഉണ്ടായിരിക്കാം. അപ്പർ ബൗണ്ട് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ ആയിട്ട്, ഇപ്പം നമുക്ക് ലീസ്റ്റ് അപ്പർ ബൗണ്ടാണ് നമ്മൾ എടുത്ത് എം എന്ന് എടുത്തു. ഇനി നമുക്ക് M-1/n എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ M ആണ്. M-1/n എന്ന് പറയുന്നത് നമ്മൾ അപ്പർ ബൗണ്ട് അല്ല എന്ന് പറഞ്ഞു അല്ലേ. എഫ് ഓഫ് ഐൻ്റെ അപ്പർ ബൗണ്ട് എന്നല്ല പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ബിറ്റ്വീൻ ആയിട്ട് അല്ലേ, ഈ രണ്ടെണ്ണത്തിൻ്റെയും ഇടയ്ക്കായിട്ട് എഫിന് ഒരു വാല്യൂ വരണം, ഫംഗ്ഷൻ ഒരു വാല്യൂ വരിക എന്നുള്ളതാണ് അതിന് മീൻ ചെയ്യുന്നത്. അതായത് ഏതെങ്കിലും ഒരു പോയിന്റ് ഉണ്ടായിരിക്കും, അതായത് എഫ് ഓഫ് ഐയിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് നമ്മൾ കാണിക്കേണ്ടത്. സോ അതാണ് ഇവിടെ പറയുന്നത്, there exists an xn belongs to I such that M-1/n which is less than f of xn which is less than or equal to m for all n belongs to n. ഏതൊരു n belongs to n എടുത്തു കഴിഞ്ഞാലും ഓക്കെ. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് തറോ ആക്കി വയ്ക്കുക മനസ്സിൻ്റെ ഉള്ളിൽ. m is equal to സുപ്രീമം ഓഫ് എഫ് ഓഫ് ഐ എന്നെടുത്തു. അങ്ങനെയാണെങ്കിൽ M-1/n എന്ന് പറയുന്നത് ഒരു അപ്പർ ബൗണ്ട് ആവുകയില്ല ഇതിൻ്റെ എഫ് ഓഫ് ഐൻ്റെ. അത് അപ്പർ ബൗണ്ട് അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാൻ പറ്റുക, ഈ M-1/n-നും എമ്മിനും ഇടയ്ക്ക് നമുക്ക് എന്തുണ്ടായിരിക്കും, ഒരു ഫംഗ്ഷൻ്റെ വാല്യൂ ഉണ്ടായിരിക്കും. അതായത് ഐയിലെ ഒരു പോയിന്റ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരും എന്നാണ് നമ്മൾ ഇത്ര കാര്യങ്ങൾ പറഞ്ഞത്. ഓക്കെ, ഇനി ഐ എന്ന് പറയുന്നത് ബൗണ്ടഡ് ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി വേറൊരു കാര്യം പറയാൻ പോവുകയാണ് നമ്മൾ. ഐ എന്ന് പറയുന്നത് ബൗണ്ടഡ് ആണെന്ന് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഐ ബൗണ്ടഡും ആണ്. എക്സ് എന്ന് പറയുന്നത് ഐയിലുള്ള ഒരു നമ്പർ ഇതുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സീക്വൻസ് ആണ്. എക്സ് എൻ എന്ന് പറയുന്നത് നമ്മളൊരു സീക്വൻസ് എന്ന് പറയാം, ഐയിൽ ഡിഫൈൻ ചെയ്യുന്ന ഒരു സീക്വൻസ്, അത്രയും മീൻ ചെയ്യുന്നുള്ളൂ. ഐ ബൗണ്ടഡും ഐയിൽ ഡിഫൈൻ ചെയ്യുന്ന ഒരു സീക്വൻസും നമ്മൾ എടുത്തു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഐ ബൗണ്ടഡ് ആയത് തന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഏതൊരു സീക്വൻസ്, ഐ ബൗണ്ടഡ് കഴിഞ്ഞാൽ ഐൻ്റെ ഉള്ളിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഒരു സീക്വൻസ് എന്ന് പറയുന്നത് എന്തേ ആയേ പറ്റുള്ളൂ, ബൗണ്ടഡ് ആയേ പറ്റുള്ളൂ. സോ നമുക്ക് പറയുന്നത് xn ബിലോങ്സ് ടു ഐ ഫോർ ആൾ n ബിലോങ്സ് ടു n, ദ സീക്വൻസ് x is equal to xn ഈസ് ബൗണ്ടഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഐ ബൗണ്ടഡ് ആണ്. സോ നമ്മൾ ഐൻ്റെ ഉള്ളിൽ ഡിഫൈൻ ചെയ്യുന്ന ഏതൊരു സീക്വൻസ് എടുത്തു കഴിഞ്ഞാലും ആ സീക്വൻസ് എന്ന് പറയുന്നത് ബൗണ്ടഡ് ആണ് അല്ലേ. ദെൻ ബൈ ബോൾസാനോ-വെയ്സ്ട്രാസ് തിയറം. എന്താ ബോൾസാനോ-വെയ്സ്ട്രാസ് തിയറം പറഞ്ഞേ, എവരി ബൗണ്ടഡ് സീക്വൻസ് ആസ് എ കൺവേർജൻറ്റ് സബ് സീക്വൻസ്. ഏതൊരു ബൗണ്ടഡ് സീക്വൻസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും അതിനൊരു കൺവേർജൻറ്റ് സബ് സീക്വൻസ് ഉണ്ട് എന്ന് നമുക്ക് പറയണം അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത് ബൈ ബോൾസാനോ-വെയ്സ്ട്രാസ് തിയറം എന്ന് പറയുന്നത്. Every convergent sequence has a
എവറി ബൗണ്ടഡ് സീക്വൻസ് ആസ് എ കൺവേർജൻറ്റ് സബ് സീക്വൻസ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഒരു സീക്വൻസ് x=xn എന്ന് പറയുന്നതിന് ഒരു സബ് സീക്വൻസ് ഉണ്ടായിരിക്കും അല്ലേ, കൺവേർജൻ്റ് ആയിട്ടുള്ള ഒരു സബ് സീക്വൻസ് ഉണ്ടായിരിക്കും എന്ന് പറയുന്നത്. അപ്പം നമ്മൾ x'=xnr സഫിക്സിലാണ് ശ്രദ്ധിക്കണം, xnr ഓഫ് x എന്ന് പറയുന്നത്, അതായത് ഈ ഒരു x എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സബ് സീക്വൻസ് ആണ് നമ്മൾ എടുക്കുകയാണ്. അതെന്ന് പറയുന്നത് എന്തായിരിക്കും, കൺവേർജൻ്റ് ആണെന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഇത് കൺവേർജൻ്റ് ആയിട്ട് പറയുമ്പോൾ ഈ ഒരു സീക്വൻസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു നമ്പറിലോട്ട് ആൽഫയിലോട്ട് അതെന്ത് ചെയ്യണം, കൺവേർജ് ചെയ്യണം എന്ന് പറയുന്നത്. സോ x'=xnr ഓഫ് x such that that converges to some alpha എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എത്രയേ പറഞ്ഞുള്ളൂ, നമ്മൾ ഐ എന്ന് പറയുന്ന ബൗണ്ടഡ് സീക്വൻസ് ആയിരുന്നു. അപ്പോൾ ഐൻ്റെ ഉള്ളിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഒരു സീക്വൻസ് ഐ എന്ന് പറയുന്ന ഒരു ബൗണ്ടഡ് ഇൻ്റർവെൽ ആയിരുന്നു. സോ ആ ബൗണ്ടഡ് ഇൻ്റർവെൽ ആയിട്ടുള്ള ക്ലോസ്ഡ് ബൗണ്ട് ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിൽ നമ്മളൊരു സീക്വൻസ് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ആ സീക്വൻസ് എന്ന് പറയുന്നതും എന്തായിരിക്കും, ബൗണ്ടഡ് ആയിരിക്കും. ബൗണ്ടഡ് സീക്വൻസ് ബോൾസൺ വെസ്റ്റേഴ്സ് തിയറം പ്രകാരം ഏതൊരു ബൗണ്ടഡ് സീക്വൻസ് എടുത്തു കഴിഞ്ഞാലും അതിനൊരു കൺവേർജൻ്റ് സബ് സീക്വൻസ് ഉണ്ടായിരിക്കും. സോ നമ്മുടെ ഈ ഒരു സീക്വൻസിൻ്റെ കൺവേർജൻ്റ് സബ് സീക്വൻസ് ആണ് ഇത് എന്ന് എടുത്തും. ഇത് കൺവേർജൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ടെൻഡിങ് ടു സം ആൽഫ എന്ന് നമ്മൾ എടുക്കണം. സോ അതാണ് പറയുന്നത് വിച്ച് വിൽ കൺവേർജസ് ടു സം ആൽഫ എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ലിമിറ്റ് xnr = ആൽഫ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, എന്താ പറ്റുക, ലിമിറ്റ് xnr = ആൽഫ എന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും കാര്യം അവിടെ നിൽക്കുക. ഇനി ഐ ക്ലോസ്ഡ് ആയതുകൊണ്ട് അല്ലേ, ഐ എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് ഇൻ്റർവെൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഐ ഒരു ക്ലോസ്ഡ് ഇൻ്റർവെൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐയിലുള്ള ഏതൊരു സീക്വൻസ് എടുത്തിട്ട് കഴിഞ്ഞാൽ ആ സീക്വൻസ് കൺവേർജ് ചെയ്യുന്ന ലിമിറ്റ് പോയിന്റ്, ആ സീക്വൻസിൻ്റെ ഒക്കെ ലിമിറ്റ് പോയിന്റ്സ് എന്ന് പറയുന്നത് എന്തിലുണ്ടായിരിക്കണം, ഐയിലുണ്ടായിരിക്കണം. ഓക്കെ, ഇത്രയും കാര്യമാണ്. ഐ എന്ന് പറഞ്ഞ ഒരു ക്ലോസ്ഡ് ഇൻ്റർവെൽ ആണ്. ഐ ഒരു ക്ലോസ്ഡ് ഇൻ്റർവെൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഐയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഏതൊരു സീക്വൻസ് എടുത്തു കഴിഞ്ഞാലും ആ സീക്വൻസിൻ്റെ ലിമിറ്റ് പോയിന്റ്, ആ സീക്വൻസ് കൺവേർജ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് എവിടെ ഉണ്ടായേ പറ്റുള്ളൂ, ഐ എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിലാണ് ഐ എന്ന് പറയുന്നത് എന്താണെന്ന് പറയാൻ പറ്റും, നമുക്ക് ക്ലോസ്ഡ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത്രയും കാര്യമാണ്. ഐയിൽ ക്ലോസ്ഡ് എന്ന് പറയണമെങ്കിൽ ഐയിൽ ഡിഫൈൻ ചെയ്ത ഏതൊരു സീക്വൻസ് എടുത്തു കഴിഞ്ഞാലും ആ സീക്വൻസ് കൺവേർജ് ചെയ്യുന്ന പോയിന്റ് അതിലുണ്ടായിരിക്കണം അല്ലേ. അപ്പോൾ ഐ ക്ലോസ്ഡ് ആയതുകൊണ്ട് നമ്മൾ ഐയിൽ ഡിഫൈൻ ചെയ്ത ഒരു സീക്വൻസ് തന്നെയല്ലേ x'=xnr, അതായത് നമ്മൾ ഐയിൻ്റെ ഡിഫൈൻ ചെയ്ത ഒരു സീക്വൻസ് ആണ് xn എന്ന് പറയുന്ന സീക്വൻസ്. ആ സീക്വൻസിൻ്റെ ഒരു സബ് സീക്വൻസ് ആയിരുന്നു. അപ്പോൾ ആ സബ് സീക്വൻസ് എന്ന് പറയുന്നത് നമുക്ക് എന്തിലുണ്ടായിരിക്കും, ഐയിലുണ്ടായിരിക്കും അല്ലേ. എന്നിട്ട് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്താണ്, ലിമിറ്റ് xnr = ആൽഫ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് ഐ ക്ലോസ്ഡ് ആയതുകൊണ്ട് അതിലുള്ള ഏതൊരു സീക്വൻസിൻ്റെ ലിമിറ്റ് പോയിന്റ് എന്ന് പറയുന്നതും ഐയിൽ തന്നെ ഉണ്ടായിരിക്കണം. അപ്പം നമുക്ക് ഈ ആൽഫ എന്ന് പറയുന്നത് എന്തിലേ ഉണ്ടായേ പറ്റുള്ളൂ, ഐയിൽ ഉണ്ടായേ പറ്റുള്ളൂ. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, ലിമിറ്റ് xnr = ആൽഫ ദാറ്റ് ആൽഫ ബിലോങ്സ് ടു ഐ എന്ന് പറയാൻ പറ്റും. ഓക്കെ, എന്താ പറയാൻ പറ്റുക, ദാറ്റ് ആൽഫ ബിലോങ്സ് ടു ഐ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണെന്ന് അറിയാം അല്ലേ. എഫ് എന്ന് പറയുന്ന ഒരു ഗിവൺ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ന് പറയും. ഇപ്പം നമ്മൾ ആൽഫ എന്ന് പറയുന്നത് നമ്മുടെ ഇൻ്റർവെൽ, ഈ ഐ എന്ന് പറയുന്ന ഒരു ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിലുള്ള ഒരു പോയിന്റ് ആണ് നമുക്ക് ആൽഫ എന്ന് കിട്ടി. എഫ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടിന്യൂസ് ഓൺ ഐ ആണ് പറയുന്നത് അല്ലേ. അതായത് എഫ് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ഈ ഐ എന്ന് പറയുന്ന ഒരു ഇൻ്റർവെല്ലിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇൻ പെർട്ടിക്കുലർ ഈ ഐൻ്റെ ഉള്ളിലുള്ള ഒരു പോയിന്റ് ആണ് ഈ ആൽഫ. അപ്പോൾ ഈ ആൽഫ എന്ന് പറയുന്ന പോയിന്റിലും നമ്മുടെ ഈ ഗിവൺ ഫംഗ്ഷൻ എന്താവും, കണ്ടിന്യൂസ് ആയിട്ട് മാറും അല്ലേ. അപ്പോൾ ഈ ആൽഫ എന്ന് പറയുന്ന പോയിന്റിലും നമ്മുടെ ഗിവൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, കണ്ടിന്യൂസ് ആയിട്ട് മാറും. അങ്ങനെ കണ്ടിന്യൂസ് ആയി മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാൻ പറ്റുക, limit xnr is equal to alpha, which implies that limit of f of xnr എന്ന് പറയുന്നത് is equal to f of x ആയിരിക്കും. ഓക്കെ, അത് പറയുന്നത് ഇതിൻ്റെ വേർഡ് മീനിങ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് xnr എന്ന് പറയുന്നത് കൺവേർജസ് ടു ആൽഫയാണ്. അങ്ങനെയാണെങ്കിൽ f of xnr എന്ന് പറയുന്നത് കൺവേർജസ് ടു f of ആൽഫ ആയിരിക്കും. എപ്പോൾ, if is കണ്ടിന്യൂസ്, എഫ് കണ്ടിന്യൂസ് ആകുമ്പോഴാണ്. അതായത് ഒരു സീക്വൻസ് എന്ന് പറയുന്നത് ആൽഫയിലോട്ട് കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫങ്ഷൻ ഓഫ് ദാറ്റ് സീക്വൻസ് എന്ന് പറയുന്നത് എവിടത്തോട്ട് കൺവേർജ് ചെയ്യും, എഫ് ഓഫ് ആൽഫയിലോട്ട് കൺവേർജ് ചെയ്യും. എപ്പോൾ മാത്രം, എഫ് കണ്ടിന്യൂസ് ആയിരിക്കണം. എവിടെ, അറ്റ് ദ പോയിന്റ് ആൽഫയിൽ കൂടിയും കണ്ടിന്യൂസ് ആയിരിക്കണം. എഫ് കണ്ടിന്യൂസ് ആയിരിക്കണം. അപ്പോൾ എഫ് കണ്ടിന്യൂസ് ആയി കഴിഞ്ഞാൽ ഓൾറെഡി ഒബ്വിയസ്ലി നമുക്ക് എന്താ പറയുക, ഇൻ പെർട്ടിക്കുലർ ആ ഒരു പോയിന്റ് ആൽഫയിലും അതെന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇനി നമ്മളിവിടെ
ഒരു ഇനീക്വാലിറ്റി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഇനീക്വാലിറ്റി എന്ന് പറഞ്ഞാൽ m-1/n വിച്ച് ഇസ് ലെസ് ദാൻ എഫ് ഓഫ് എക്സ് എം വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി ആ ഒരു ഇനീക്വാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ആ ഇനീക്വാലിറ്റിയിൽ എന്നിന് പകരം എൻ ആർ എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ട് റീപ്ലേസ് ചെയ്ത് എഴുതാണ്. ഓക്കെ, ഇപ്പം എന്താ പറയുന്നത്, m-1/mr വിച്ച് ഈസ് ലെസ് ദാൻ എഫ് ഓഫ് എക്സ് എൻ ആർ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഫോർ ആൾ ആർ ബിലോങ്സ് ടു ആർ എന്ന് പറയുന്നത്. എല്ലാ ആർ ബിലോങ്സ് ടു ആറിനും അതെന്തായിരിക്കും, ട്രൂ ആയിരിക്കും എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എൻ ആർ ഇൻഫിനിറ്റിയിലോട്ട് പോവുകയാണെങ്കിൽ അല്ലേ, എൻ ആർ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഹൈലി ലാർജ് ആവുക, അതായത് ഇൻഫിനിറ്റിയിലോട്ട് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1/∞ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം, സീറോയിലോട്ട് അപ്രോച്ച് ചെയ്യുക അല്ലേ. 1/∞ എന്ന് പറഞ്ഞാൽ സീറോയിലോട്ട് പോകുന്നു എന്നുള്ള മീനിങ്. സോ എൻ ആർ ഇൻഫിനിറ്റിയിലോട്ട് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് 1/nr എന്ന് പറയുന്നത് സീറോയിലോട്ടായിരിക്കും അപ്രോച്ച് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ m-1/nr എന്ന് പറയുന്നത് എന്തിലോട്ട് അപ്രോച്ച് ചെയ്യും, എമ്മിലോട്ട് അപ്രോച്ച് ചെയ്യും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. എൻ ആർ എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലോട്ട് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് 1/nr എന്ന് പറയുന്നതും എവിടത്തോട്ട് അപ്രോച്ച് ചെയ്യും, സീറോയിലോട്ട് അപ്രോച്ച് ചെയ്യും. അങ്ങനെയാണെങ്കിൽ m-1/nr എന്ന് പറയുന്നത് എമ്മിലോട്ട് അപ്രോച്ച് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പം നമുക്ക് ഈ ഒരു എന്താ പറയുക റിലേഷൻ ഉണ്ട്. ഇനി നമ്മളോട് എന്താ പറയുന്നത്, ആസ് ഈ സീക്വൻസ് എന്ന് പറയുന്നതും ദിസ് സീക്വൻസ് എന്ന് പറയുന്നത് അപ്രോച്ചസ് ടു എം ആണ്, ദിസ് സീക്വൻസ് എന്ന് പറയുന്നതും ആസ് അപ്രോച്ചസ് ടു എം ആണ്, ആസ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ എഫ് ഓഫ് എക്സ് എൻ ആർ എന്ന് പറയുന്നതും എന്തിലോട്ട് അപ്രോച്ച് ചെയ്യും, എമ്മിലോട്ട് അപ്രോച്ച് ചെയ്യും എന്ന് നമുക്ക് പറഞ്ഞൂടെ. എങ്ങനെയാണ് നമ്മളിത് പറഞ്ഞത്, ഇത് എന്തോ നമ്മൾ ഇതിൻ്റെ മുന്നേ നമ്മളൊരു തിയറം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. എന്ത് തിയറായിരുന്നു, സ്ക്യൂസ് തിയറം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇപ്പം സ്ക്യൂസ് തിയറം എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക, AN BN CN എന്ന് പറയുന്ന 3 സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ഉണ്ട്. അവ സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രോപ്പർട്ടി എന്തായിരിക്കും, AN ലെസ് ദാൻ ഓർ ഈക്വൽ ടു BN ലെസ് ദാൻ ഓർ ഈക്വൽ ടു CN എന്നാണെന്ന്. ആൻഡ് ലിമിറ്റ് ഓഫ് AN എന്ന് പറയണം, ലിമിറ്റ് ഓഫ് CN എന്ന് പറയണം. ഇത് എല്ലിലോട്ട് കൺവേർജ് ചെയ്യുന്നു, ഇതും എല്ലിലോട്ട് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ ഈ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള BN എന്ന് പറയുന്നതും L എന്ന് പറയുന്ന സീക്വൻസിലോട്ട് കൺവേർജ് ചെയ്യും എന്നുള്ള സ്ക്യൂസ് തിയറം വെച്ചിട്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഇവിടെ പറഞ്ഞത് m-1/nr എന്ന് പറയുന്നത് എമ്മിലോട്ട് കൺവേർജ് ചെയ്യുന്നു, എം എന്ന് പറയുന്നത് എമ്മിലോട്ട് കൺവേർജ് ചെയ്യുന്നു. സോ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള എഫ് ഓഫ് എക്സ് എൻ ആർ എന്ന് പറയുന്നതും എമ്മിലോട്ട് കൺവേർജ് ചെയ്യുന്നു. എപ്പോ, ആസ് എൻ ആർ ടെൻഡിങ് ടു ഇൻഫിനിറ്റി, അതായത് എൻ ആർ എന്ന് പറയുന്നത് ഇൻഫിനിറ്റിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ ലിമിറ്റ് കണ്ടുപിടിക്കുക, സീക്വൻസിൻ്റെ ലിമിറ്റ്സോട് കണ്ടുപിടിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ, നമ്മൾ നേരത്തെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ, എന്താ പറയുന്നത്, നമ്മൾ എടുത്തിരുന്നത് എഫ് ഓഫ് ആൽഫ ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് എൻ ആർ ഇസ് ഈക്വൽ ടു നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റും, എം ആണെന്ന് പറയാൻ പറ്റും. സോ നമുക്കത് എന്ന് പറയുന്നത് എന്താണ്, സുപ്രീമം ഓഫ് ഐ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എന്തിനാ ഇവിടെ ലിമിറ്റ് ഓഫ് എഫ്, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഡൗട്ട് വന്നിട്ടുണ്ടാവും അല്ലേ, ലിമിറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് എൻ ആർ ഇസ് ഈക്വൽ ടു എം എങ്ങനെ കിട്ടിയെന്ന്, അതാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത് അല്ലേ. അതായത് ആസ് എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി, നമുക്ക് ഇങ്ങനെ ആ ഒരു സ്ക്യൂസ് തിയറം നിങ്ങൾ നോക്കിയാൽ അറിയും. ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി AN ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി CN ഈസ് ഈക്വൽ ടു L ആയാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി BN എന്ന് പറയുന്നതും എല്ലിലോട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതും അങ്ങനെയാണ് നമ്മളിവിടെ എന്ത് പറഞ്ഞത്, അതായത് ഇത് എന്ന് പറയുന്നത് എന്തിലോട്ട് അപ്രോച്ച് ചെയ്യുന്നു, ക്യാപിറ്റൽ ലെറ്റർ എമ്മിലോട്ട് അപ്രോച്ച് ചെയ്യുന്നു, ഇത് എന്ന് പറയുന്നതും എമ്മിലോട്ട് അപ്രോച്ച് ചെയ്യുന്നു. അങ്ങനെ ആയതുകൊണ്ട് ഇതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് എമ്മിലോട്ടാണ് അപ്രോച്ച് ചെയ്യുക എന്നാണ് പറഞ്ഞത്. എൻ്റെ ഓൾറെഡി നമ്മൾ തൊട്ട് മുകളിൽ എഫ് ഓഫ് ആൽഫ ഈക്വൽ ടു നമ്മൾ എന്ത് എഴുതി വെച്ചിരുന്നു, ലിമിറ്റ് എഫ് ഓഫ് എക്സ് എൻ ആർ എന്ന് എഴുതി വെച്ചിരുന്നു. ആ ലിമിറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് എൻ ആർ എന്ന് പറയുന്നത് എം ആണെന്ന് നമ്മൾ എന്ത് ചെയ്തു, ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. സോ നമ്മൾ അങ്ങനെ അത് വിച്ച് ഈസ് ഈക്വൽ ടു എം എന്ന് എഴുതി. ആ എം എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്, സുപ്രീമം ഓഫ് എഫ് ഓഫ് ഐ ആണെന്ന് കിട്ടി അല്ലേ. അപ്പം നമുക്ക് എന്ത് കിട്ടി, എഫ് ഓഫ് ആൽഫ ഈക്വൽ ടു എം എന്ന് കിട്ടി. എം എന്ന് പറയുന്നത് സുപ്രീമം ഓഫ് എഫ് ഓഫ് ഐ ആണെന്ന് പറഞ്ഞു അല്ലേ. അതായത് നമ്മൾ എഫ് ഓഫ് ഐ എന്ന് പറയുന്ന, അതായത് എഫ് ഓഫ് ഐ എന്ന് പറയുന്ന ഒരു സെറ്റ് എഴുതി. അപ്പം അതിൻ്റെ കുറേ അപ്പർ ബൗണ്ട്സുകൾ ഉണ്ടായിരുന്നു. ആ അപ്പർ ബൗണ്ടിലെ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള അപ്പർ ബൗണ്ടാണ് നമുക്ക് എം എന്ന് കിട്ടിയത്. അപ്പോൾ ആ സുപ്രീമം എന്ന് പറയുന്നത് ഓക്കെ. അപ്പം നമുക്ക് എഫ് ഓഫ് ആൽഫ ഈക്വൽ ടു എം എന്ന് കിട്ടി. സോ നമുക്ക് ആൽഫയിൽ അതെന്താണ്, നമുക്കൊരു എം എന്ന് പറയുന്നത് നമ്മുടെ മാക്സിമം വാല്യൂ ആണ് അല്ലേ, മാക്സിമം വാല്യൂ ആണ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, ആൽഫ എന്ന് പറയുന്നത് ഈസ് അബ്സല്യൂട്ട് മാക്സിമം പോയിന്റ് ഓഫ് എഫ് ഓൺ ഐ എന്ന് പറയുന്നത്. അബ്സല്യൂട്ട് മാക്സിമം പോയിന്റ് ആണ് എവിടെ ഉള്ളത്,
ഓക്കെ, എന്താ പറയുന്നത്, ആൽഫ ഈസ് എ മാക്സിമം പോയിന്റ് ഓൺ ഹൈ. അതായത് എം മാക്സിമം വാല്യൂ ആണ്. അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എം ആണ്. ആ അബ്സല്യൂട്ട് മാക്സിമം അസ്യൂം ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അബ്സല്യൂട്ട് മാക്സിമം പോയിന്റ് എന്ന് പറയുന്നത്. സോ അതായിരുന്നു നമ്മളോട് പറഞ്ഞത് ആൽഫ ഈസ് എൻ അബ്സല്യൂട്ട് മാക്സിമം പോയിന്റ് ഓഫ് എഫ് ഓൺ ഐ ആൻഡ് മാക്സിമം വാല്യൂ ഈസ് ക്യാപിറ്റൽ ലെറ്റർ എം. ഓക്കെ, അപ്പം നമ്മൾ ഒരു പാർട്ട് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. നമ്മളോട് എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ വിച്ച് ഇസ് ഡിഫൈൻഡ് ഓൺ എ ക്ലോസ് ബൗണ്ടഡ് ഇൻ്റർവൽ ആയി കഴിഞ്ഞാൽ ആ ഫംഗ്ഷന് നമുക്ക് എന്തുണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് മാക്സിമവും അബ്സല്യൂട്ട് മിനിമവും ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അബ്സല്യൂട്ട് മാക്സിമം ഉണ്ടെന്ന് എടുത്തു. ഇനി ഇതേമാതിരി തന്നെയാണ് മിനിമത്തിൻ്റെ കാര്യം പറയുന്നത്, പക്ഷെ നമ്മൾ കുറച്ച് വ്യത്യാസങ്ങളുള്ളൂ. അപ്പം നമ്മൾ എം എസ് ഈക്വൽ ടു ഇൻഫിമം ഓഫ് എഫ് ഓഫ് ഐ എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എം പ്ലസ് 1/n എന്ന് പറയുന്നത് ഈസ് നോട്ട് എ ലോവർ ബൗണ്ട് ഓഫ് ദ സെറ്റ് എഫ് ഓഫ് ഐ എന്ന് പറയുന്നത് അല്ലേ. അതായത് നമ്മൾ അതായത് കുറേ ഇപ്പോൾ ഈ ഒരു സെറ്റാണ്, ഇവിടെ ഉള്ള ഒരു സെറ്റാണ് എഫ് ഓഫ് ഐ എന്ന് എടുത്തും. എഫ് ഓഫ് ഐക്ക് കുറേ ലോവർ ബൗണ്ടുകളുണ്ട്, ഇവിടെ താഴെ കുറേ ലോവർ ബൗണ്ട് ഉണ്ട്. ആ ഇതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ലോവർ ബൗണ്ട് ഇതൊക്കെ ഇവിടെയൊക്കെ ഉള്ള പോയിന്റ്സ് ലോവർ ബൗണ്ട് ആണ്. അങ്ങനെ കുറേ ലോവർ ബൗണ്ട് ഉള്ള പോയിന്റ്സിൽ ഉള്ള ഏറ്റവും വലിയൊരു പോയിന്റാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്, ഇൻഫിമം ആയിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ആയിരുന്നു ഇൻഫിമം ആയിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഞാൻ അതിനേക്കാൾ വലിയൊരു നമ്പർ അല്ലേ, എമ്മിനേക്കാൾ വലിയൊരു നമ്പറാണ് എം പ്ലസ് 1/n എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ ഏറ്റവും വലിയ ലോവർ ബൗണ്ട് എന്ന് എടുത്തു. പിന്നെ അതിനേക്കാൾ വലിയൊരു നമ്പർ ലോവർ ബൗണ്ട് ആയിട്ട് വരും ഇല്ല. നമ്മളുള്ള എല്ലാ കുറേ ലോവർ ബൗണ്ട് ഉണ്ട്, ആ ലോവർ ബൗണ്ടിലുള്ള ഏറ്റവും വലിയ വാല്യൂ ആണ് നമ്മൾ എം എന്ന് എടുത്തത്. ഇപ്പോൾ എമ്മിനേക്കാൾ വലിയൊരു വാല്യൂ ആണ് എം പ്ലസ് 1/n. സോ അത് ഇനി ലോവർ ബൗണ്ട് ആവുമോ ഇല്ല. അപ്പോൾ ആ ഒരു റീസൺ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, എം പ്ലസ് 1/n എന്ന് പറയുന്നത് ഈസ് നോട്ട് എ ലോവർ ബൗണ്ട് ഫോർ ദ സെറ്റ് എഫ് ഓഫ് ഐ എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഫോർ ഈച്ച് n ബിലോങ്സ് ടു എം ദർ എക്സിസ്റ്റ് എ yn ബിലോങ്സ് ടു ഐ സച്ച് ദാറ്റ്. നമ്മൾ വേറെ ഒരു സീക്വൻസ് കൺഫ്യൂഷൻ ആവണ്ട, നമ്മൾ നേരത്തെ എക്സ് എടുത്തതുകൊണ്ട് നമ്മളിവിടെ വേറൊരു സീക്വൻസ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. yn ബിലോങ്സ് ടു ഐ സച്ച് ദാറ്റ് എം ലെസ് ദാൻ ഓർ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് എം പ്ലസ് 1/n എന്ന് പറയുന്നത് ഒരു ലോവർ ബൗണ്ട് ആവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരു, അതായത് എമ്മിനും എം പ്ലസ് 1/n-നും ഇടയ്ക്ക് ഒരു ഫംഗ്ഷൻ്റെ വാല്യൂ ഉണ്ടായിരിക്കും എന്നാണ് മീൻസ് ഈ പറയുന്നത്. അതിനാണ് നമ്മൾ ദർ എക്സിസ്റ്റ് yn ബിലോങ്സ് ടു ഐ സച്ച് ദാറ്റ് എം വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് ym വിച്ച് ഇസ് strictly less than m plus 1/n for all n belongs to n. ഏതൊരു n belongs to n എടുത്തു കഴിഞ്ഞാലും ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ട്രൂ ആണ് എന്ന് പറയും. പിന്നെ നമ്മൾ തൊട്ട് മുകളിൽ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എമ്മിൻ്റെ കേസിൽ ഉപയോഗിച്ച അതേ ആർഗ്യുമെൻറ്റ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെയും പറയാൻ പറ്റും. അതായത് നമുക്ക് yn എന്ന് പറയുന്നത് നമ്മൾ ഐയിലുള്ള ഒരു സീക്വൻസ് ആണ്. ഐ ബൗണ്ടഡ് ആയതുകൊണ്ട് നമുക്ക് yn എന്ന് പറയുന്ന സീക്വൻസ് എന്തായിരിക്കും, ഒരു ബൗണ്ടഡ് സീക്വൻസ് ആയിരിക്കും. ബൗണ്ടഡ് സീക്വൻസ് ആയതുകൊണ്ട് yn-ന് എന്തുണ്ടായിരിക്കും, ഒരു കൺവേർജൻറ്റ് ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഞാനത് പറഞ്ഞുതരാം, സിമിലർ കേസാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിർത്തുന്നില്ല. yn എന്ന് പറയുന്ന ഒരു സീക്വൻസ് നമ്മൾ ഐയിലെടുത്തു. ഓക്കെ, yn എന്ന് പറയുന്ന സീക്വൻസ് ഐയിലെടുത്തു. ഐ ഒരു ബൗണ്ടഡ് ഇൻ്റർവെലാണ്. ഐ ബൗണ്ടഡ് ഇൻ്റർവെൽ ആയതുകൊണ്ട് ആ സീക്വൻസ് എന്ന് പറയുന്നത് ബൗണ്ടഡ് ആയിരിക്കണം. അപ്പോൾ ഏതൊരു ബൗണ്ടഡ് സീക്വൻസും പിന്നെ ഒരു കൺവേർജൻറ്റ് സബ് സീക്വൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ yn എന്ന് പറയുന്നതിന് ഒരു കൺവേർജൻറ്റ് സീക്വൻസ് ഉണ്ട്, ynr എന്ന് പറയുന്ന ഒരു സീക്വൻസ് നമ്മൾ എടുത്തു. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ynr എന്ന് പറയുന്ന ഒരു സീക്വൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ സീക്വൻസ് എന്ന് പറയുന്നത് ഏതിലോട്ടായിരിക്കും, ynr എന്ന് പറഞ്ഞ ഒരു കൺവേർജൻറ്റ് സബ് സീക്വൻസ് അല്ലേ. അപ്പോൾ ഇത് എന്തിലോട്ടും കൺവേർജ് ചെയ്യണ്ടേ. അപ്പോൾ ആ കൺവേർജ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഞാൻ ബീറ്റ എന്ന് പറയുന്നത് എടുത്തു. ഓക്കെ, ഐ ക്ലോസ്ഡ് ഇൻ്റർവെൽ ആണ് അല്ലേ. ഐ ക്ലോസ്ഡ് ഇൻ്റർവെൽ ആണ്. ഐയിലുള്ള ഒരു സീക്വൻസ് എടുത്തു കഴിഞ്ഞാൽ ആ സീക്വൻസിൻ്റെ ലിമിറ്റ് പോയിന്റ് എന്ന് പറയുന്നത് എവിടെ തന്നെ വേണം, ഐയിൽ വേണം അല്ലേ. ഇപ്പോൾ ലിമിറ്റ് ഓഫ് ynr ആയിരുന്നു, അതായത് ynr-ൻ്റെ ലിമിറ്റ് ആയിരുന്നു അല്ലേ നമ്മൾ സീക്വൻസ് വിച്ച് വിൽ കൺവേർജസ് ടു ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം, ynr എന്ന് പറയുന്നത് സീക്വൻസ് കൺവേർജസ് ടു ബീറ്റ പറഞ്ഞാൽ എന്താ അർത്ഥം, ലിമിറ്റ് ynr എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു ബീറ്റ എന്നാണ്. സോ ലിമിറ്റ് ynr ഇസ് ഈക്വൽ ടു ബീറ്റ എന്ന് പറയുന്നത് എവിടെ ഉണ്ടായേ പറ്റുള്ളൂ, ഈ ഐ എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ ഉണ്ടായേ പറ്റുള്ളൂ. അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് എഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെയാണ്, ലിമിറ്റ് ynr ഇസ് ഈക്വൽ ടു ബീറ്റ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ynr എന്ന് പറയുന്നത് കൺവേർജിങ് ടു ബീറ്റ ആണ്. എഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, എഫ് ഓഫ് ynr എന്ന് പറയുന്നത് കൺവേർജസ് ടു എഫ് ഓഫ് ബീറ്റ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമുക്ക് പറയാൻ പറ്റുക, ലിമിറ്റ് ynr ലിമിറ്റ് എഫ് ഓഫ് ynr എന്ന് പറയുന്നത് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും, എഫ്
എഫ് ഓഫ് ബീറ്റ ആണെന്ന് അറിയാൻ പറ്റും. ഇനി നമ്മൾ എന്താ പറയണത്, ഇവിടെ ഇതിന് പകരം അടുത്ത ഇനീക്വാളിറ്റി എന്ന് പറയുന്നത് എങ്ങനെ റീപ്ലേസ് ചെയ്ത് ഇതാണ് എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് വൈ എൻ ആർ എന്ന് പറയുന്നത് വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം പ്ലസ് 1/nr എന്ന് എടുക്കാം. സോ nr ഇൻഫിനിറ്റിയിലോട്ട് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് 1/nr എന്ന് പറയുന്നത് സീറോയിലോട്ട് അപ്രോച്ച് ചെയ്യും. സോ ഇതെന്ന് പറയുന്നത് ഏത് ലിമിറ്റിലോട്ട് അപ്രോച്ച് ചെയ്യും, എം എന്ന് പറയുന്നതും ഈ ലിമിറ്റ് എന്ന് പറയുന്നത് എമ്മിലോട്ട് അപ്രോച്ച് ചെയ്യും. സോ നമുക്ക് സ്ക്യൂസ് തിയറം പ്രകാരം ഇത് പറയുന്നത് എവിടത്തോട്ട് അപ്രോച്ച് ചെയ്യും, സ്മാൾ ലെറ്റർ എമ്മിലോട്ട് അപ്രോച്ച് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ ലിമിറ്റ് ഓഫ് എഫ് ഓഫ് വൈ എൻ ആർ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു നമുക്ക് എം ആണെന്ന് പറയാൻ പറ്റും. സോ എഫ് ഓഫ് ബീറ്റ ഇസ് ഈക്വൽ ടു ലിമിറ്റ് എഫ് ഓഫ് വൈ എൻ ആർ ഇസ് ഈക്വൽ ടു എം എന്ന് എഴുതാൻ പറ്റും. സോ ആ എം എന്ന് പറയുന്നത് അതായത് എഫ് ഓഫ് ബീറ്റ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി, എം എന്ന് കിട്ടി. എം എന്ന് പറയുന്നത് ഇൻഫിമം ഓൺ ഐ ആണെന്ന് പറഞ്ഞു. സോ നമ്മൾ എന്താ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്, ദർ എക്സിസ്റ്റ് എ ബീറ്റ ബിലോങ്സ് ടു ഐ സച്ച് ദാറ്റ് എഫ് ഓഫ് ബീറ്റ ഇസ് ഈക്വൽ ടു എം എന്ന് കിട്ടി. സോ നമുക്ക് ആ എം എന്ന് പറയുന്ന വാല്യൂ ലീസ്റ്റ് വാല്യൂ ആണ് അല്ലേ, അതായത് ലോവർ ബൗണ്ട് ആണ്. സോ ലീസ്റ്റ് വാല്യൂ ആണ്. സോ നമുക്ക് ബീറ്റ എന്ന് പറയുന്നത് അവിടെയാണ് ആ മിനിമം വാല്യൂ അസ്യൂം ചെയ്യുന്നത്. സോ ബീറ്റ ഈസ് എൻ അബ്സല്യൂട്ട് മിനിമം പോയിന്റ് ഓഫ് എഫ് ഓൺ ഐ ആണ്. ആൻഡ് ആ മിനിമം വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എം ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളിത് ഇത്രയും കാണുന്ന സെൻറ്റൻസ് മാത്രം കോൺവേഴ്സ്, അതായത് നമുക്ക് ഇത്രയും ഈ ഒരു പോർഷൻ മുതൽ ഈ ഒരു പോർഷൻ ഈ ഒരു പോർഷൻ മുതൽ ഈ ഒരു പോർഷൻ വരെ മാത്രം എങ്ങനെ എഴുതി വെക്കാൻ പാടില്ല. ഇവിടെ കുറച്ചുകൂടി കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതണം. അപ്പോൾ ആ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ അങ്ങനെ തന്നെ. എം ഇസ് ഈക്വൽ ടു ഇൻഫിമം ഓഫ് എഫ് ഓഫ് ഐ ഫോർ എനി എൻ ബിലോങ്സ് ടു എൻ, എം പ്ലസ് 1/n ഈസ് നോട്ട് എ ലോവർ ബൗണ്ട് ഫോർ എഫ് ഓഫ് ഐ എന്ന് പറഞ്ഞ്. സോ നമുക്ക് ദർ എക്സിസ്റ്റ് ഇതുവരെ എഴുതാം. ഓക്കെ, ഇനി നമ്മൾ പറയേണ്ട കാര്യം ഐ എന്ന് പറയുന്നത് ഒരു ബൗണ്ടഡ് ഇൻ്റർവെൽ ആണ്. സിൻസ് ഐ ഈസ് ബൗണ്ടഡ് ആണ്, ദർഫോർ yn ഈസ് ആൾസോ ബൗണ്ടഡ്. ദെൻ ബൈ ബോൾസാന-വെർസ്റ്റേഴ്സ് തിയറം yn ഹാസ് എ കൺവേർജന്റ് സബ്സീക്വൻസ് ആണ്. സോ ആ കൺവേർജന്റ് ലെറ്റ് ദാറ്റ് കൺവേർജന്റ് സീക്വൻസ് ബൈ y ഈസ് ഈക്വൽ ടു ynr എന്ന് പറയുന്നത്. ynr എന്ന് പറയുന്നത് ഒരു കൺവേർജന്റ് സബ്സീക്വൻസ് ആയതുകൊണ്ട് ynr എന്ന് പറയുന്നത് വിൽ ബി കൺവേർജസ് ടു ബീറ്റ എന്ന് പറയുന്ന ഒരു പോയിന്റിലോട്ട് കൺവേർജ് ചെയ്യുന്നു. ഇനി സിൻസ് ഐ ഈസ് ക്ലോസ്ഡ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, സിൻസ് ഐ ഈസ് ക്ലോസ്ഡ് ആയതുകൊണ്ട് ഐയിലുള്ള ഏതൊരു സീക്വൻസ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ലിമിറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഐയിൽ തന്നെ ഉണ്ടായിരിക്കണം. സോ സിൻസ് ഐ ഈസ് ക്ലോസ്ഡ് ആയതുകൊണ്ട് ലിമിറ്റ് ynr ഇസ് ഈക്വൽ ടു ബീറ്റ വിച്ച് ബിലോങ്സ് ടു ഐ എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങൾ എഴുതിയിട്ട് അവിടെ വയ്ക്കാം. ഇനി നമുക്ക് അടുത്തത് പറയുന്നത് ynr കൺവേർജിങ് ടു ബീറ്റ ആൻഡ് എഫ് ഈസ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് ynr കൺവേർജിങ് ടു ബീറ്റ ഇംപ്ലൈസ് ദാറ്റ് ലിമിറ്റ് ynr ഇസ് ഈക്വൽ ടു ബീറ്റ ആൻഡ് സിൻസ് എഫ് ഈസ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് ലിമിറ്റ് എഫ് ഓഫ് limit f of ynr which will be converges to f of alpha. Now we have the relation m which is less than or equal to f of ynr which is less than m plus 1/nr എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആസ് nr ടെൻഡിങ് ടു ഇൻഫിനിറ്റി 1/nr എന്ന് പറയുന്നത് വിൽ ബി അപ്രോച്ചസ് ടു 0. ദർഫോർ സ്മാൾ ലെറ്റർ m പ്ലസ് 1/nr ഈസ് വിൽ ബി അപ്രോച്ചസ് ടു 0. ദർഫോർ ഇവിടെ nr വെച്ചിട്ട് റീപ്ലേസ് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും നിങ്ങൾ ഇക്വേഷൻ. ദർഫോർ ദിസ് വിൽ ബി അപ്രോച്ചസ് ടു m ആൻഡ് ആൾസോ ദിസ് വിൽ ബി അപ്രോച്ചസ് ടു m. ദർഫോർ ബൈ സ്ക്യൂസ് തിയറം f of ynr which will be converges to m. Therefore we can conclude that f of beta is equal to limit f of ynr is equal to m which is equal to infimum on I. Hence beta is an absolute minimum point of f on that interval. അങ്ങനെ തന്നെ മാറ്റി പ്രൂഫ് എഴുതി കഴിഞ്ഞാൽ മാത്രമേ ഫുൾ മാർക്ക് സ്കോർ ചെയ്യുള്ളൂ. അല്ലാതെ നിങ്ങളിവിടെ ബൈ സിമിലർ ആർഗ്യുമെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് യൂസ് ചെയ്യരുത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളായിരുന്നു നമുക്ക് ഈ ഒരു തിയറത്തിൻ്റെ പ്രൂഫിലുണ്ടായിരുന്നു.